ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും P&B അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USSുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ബേസിക് സയൻസ് ആരംഭിക്കുന്നത്. ചോദ്യം വായിക്കാം. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റിയ ദ്രാവകത്തിൽ ഫിനോൾഫ്തലിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം? പിങ്ക്, നീല, മഞ്ഞ, നിറമില്ല. ആൻസർ പിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയും രക്തപര്യന വ്യവസ്ഥയും ഇല്ലാത്ത ജീവി? അമീബ, ബാക്ടീരിയ, യൂഗ്ലിന, ഇവയെല്ലാം. ഉത്തരം ഡി, ഇവയെല്ലാം. 18. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ലോഗോ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലോഗോയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം നിർണ്ണയിക്കാത്തത്? ഉത്തരം എ ആണ്. 19. ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും. 2. ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കൂടുതലായിരിക്കും. 3. ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കൂടുതലായിരിക്കും. 4. ഉച്ഛ്വാസവായുവിൽ നൈട്രജൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും. 5. ഉച്ഛ്വാസവായുവിൽ ജലബാഷ്പത്തിൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും. ഉത്തരം ബി ആണ്. പ്രസ്താവന 3, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷേവിംഗ് അല്ലെങ്കിൽ മേക്കപ്പ് മിററായി കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുമ്പോൾ ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? എ. ചെറുത്, നിവർന്നത്, മിഥ്യ. ബി. വലുത്, തലകീഴായത്, യഥാർത്ഥം. സി. വലുത്, തലകീഴായത്, മിഥ്യ. ഡി. വലുത്, നിവർന്നത്, മിഥ്യ. ഉത്തരം ഡി, വലുത്, നിവർന്നത്, മിഥ്യ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. പട്ടികയിൽ തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുള്ളവ ഏതെല്ലാം? 2 ഭാഗങ്ങളായിട്ട് സംഭരണ വേരുകളും ഭൂഖണ്ഡങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. സംഭരണ വേരുകളായിട്ട് തന്നിരിക്കുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി. ഭൂഖണ്ഡങ്ങൾ ചേന, ചേമ്പ്, മഞ്ഞൾ, മധുരക്കിഴങ്ങ്. ഉത്തരം സി, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. 22. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സന്ദർഭത്തിലാണ് ബർണോളി തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകാൻ കഴിയുക? എ. സിറിഞ്ചിൻ്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിക്കുമ്പോൾ വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. ബി. ജലത്തിൽ താഴ്ത്തിവെച്ച സ്ട്രോയിലൂടെ ഊതുമ്പോൾ കുമിളകൾ വരുന്നു. സി. വായു ചൂടാകുമ്പോൾ മുകളിലേക്ക് ഉയരുന്നു. ഡി. റൺവേയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം പറന്നുയരുന്നു. ഉത്തരം ഡി. റൺവേയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനം പറന്നുയരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ 2 കാന്തങ്ങൾ, കാന്തം 1, കാന്തം 3, പരസ്പരം വികർഷിച്ച് നിൽക്കുന്നു. ഒന്നാമത്തെ കാന്തം തടിയിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ഈ കാന്തങ്ങളുടെ ഇടയിലായി മറ്റൊരു കാന്തം കൂടി, അതായത് കാന്തം 2. എല്ലാ കാന്തങ്ങളും വികർഷിച്ചു നിൽക്കുന്ന വിധത്തിൽ ക്രമീകരിക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമീകരണം ഏത്? നിങ്ങളിത് വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസും കൃത്യമായി വായിച്ചു നോക്കണം. അതിനുശേഷം നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. ബി ആണ് ആൻസർ. കാന്തം 2 ദക്ഷിണ ധ്രുവം മുകളിൽ, ഉത്തര ധ്രുവം താഴെ. കാന്തം 3 ഉത്തര ധ്രുവം മുകളിൽ, ദക്ഷിണ ധ്രുവം താഴെ. 24. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രതീകമാണ് വൈദ്യുത സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണത്തെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഡി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. പൈപ്പ് 2ൽ ഘടിപ്പിച്ചിരിക്കുന്ന വാൽവ് തുറന്നാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ജലം ഒഴുകില്ല. ബി. രണ്ടിലെയും ജലനിരപ്പ് തുല്യമാവുന്നതുവരെ എയിൽ നിന്ന് ബിയിലേക്ക് ജലം ഒഴുകും. സി.
എയിലെ ജലം മുഴുവൻ ബിയിലേക്ക് ഒഴുകും. ഡി. വാൽവ് തുറക്കുമ്പോൾ അല്പം ജലം മാത്രം ബിയിലേക്ക് ഒഴുകും. ആൻസർ ബി ആണ്. രണ്ടിലെയും ജലനിരപ്പ് തുല്യമാവുന്നതുവരെ എയിൽ നിന്ന് ബിയിലേക്ക് ജലം ഒഴുകും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തെർമോമീറ്ററിൻ്റെ ബൾബിൽ സ്പർശിക്കുമ്പോൾ മെർക്കുറി ഉയരാനുള്ള കാരണം. എ. തെർമോമീറ്റർ ബൾബ് ചൂടായി വികസിക്കുന്നതിനാൽ. ബി. തെർമോമീറ്റർ ബൾബ് ചുരുങ്ങുന്നതിനാൽ. സി. മെർക്കുറി ചൂടാകുമ്പോൾ വികസിക്കുന്നതിനാൽ. ഡി. തെർമോമീറ്റർ ബൾബിൽ മർദ്ദം കുറയുന്നതുകൊണ്ട്. ഉത്തരം സി ആണ്. മെർക്കുറി ചൂടാകുമ്പോൾ വികസിക്കുന്നതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രൻ പ്രകാശിതമാകാൻ കാരണം സൂര്യപ്രകാശമാണല്ലോ. സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എ. പൗർണമി ദിനത്തിൽ ചന്ദ്രൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം പതിക്കുന്നു. ബി. അമാവാസി ദിനത്തിൽ ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്നില്ല. സി. എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ ഒരു പകുതിയിൽ സൂര്യപ്രകാശം പതിക്കുന്നു. ഡി. അർദ്ധചന്ദ്രനെ കാണുന്ന ദിവസം മാത്രം ചന്ദ്രനിൽ ഒരു പകുതിയിൽ സൂര്യപ്രകാശം പതിക്കുന്നു. ഉത്തരം സി. എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ ഒരു പകുതിയിൽ സൂര്യപ്രകാശം പതിക്കുന്നു. 28. വായിൽ ആഹാരത്തിന് രാസമാറ്റം സംഭവിക്കാൻ കാരണമാകുന്നത്. ടയലിൻ, ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിൻ. ഉത്തരം എ. ടയലിൻ. 29. എൻഡോമോർഫ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ. ഉയരം കൂടിയ ശരീരപ്രകൃതി. ബി. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതി. സി. തടിച്ച ശരീരപ്രകൃതി. ഡി. മെലിഞ്ഞ ശരീരപ്രകൃതി. ഉത്തരം സി. തടിച്ച ശരീരപ്രകൃതി. 30. സംയോജിത ചലനവും താളാത്മകമായ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഏത് ഭാഗമാണ്? സെറിബെല്ലം, സെറിബ്രം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലങ്കേറ്റ. ഉത്തരം എ. സെറിബെല്ലം. 31. സ്കൂൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ഒരു പേരയിൽ നിന്നും കുട്ടികൾ വിത്ത് മുളപ്പിച്ചും പതിവെച്ചും തൈച്ചെടികൾ ഉൽപ്പാദിപ്പിച്ചു. ഈ തൈച്ചെടികൾ ഒരേ സമയം ഉദ്യാനത്തിൽ നട്ടു. താഴെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകൾ ശരിയാണ്? 1. രണ്ട് രീതിയിലും ഉൽപ്പാദിപ്പിച്ച പേരകളിൽ കായ് ഉണ്ടാകുന്നതിന് വേണ്ടി വരുന്ന കാലയളവ് തുല്യമായിരിക്കും. 2. രണ്ട് രീതിയിലും ഉൽപ്പാദിപ്പിച്ച പേരകളിൽ ഉണ്ടാകുന്ന പേരയ്ക്ക മാതൃസസ്യത്തിലെ പേരയ്ക്ക പോലെ തന്നെ ആയിരിക്കും. 3. രണ്ട് രീതിയിലും ഉൽപ്പാദിപ്പിച്ച പേരകളുടെ ആയുർദൈർഘ്യം ഒരുപോലെ ആയിരിക്കും. 4. പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിച്ച പേരമരത്തിന് തായ്വേര് ഉണ്ടാകില്ല. ഉത്തരമായിട്ട് വരുന്നത് പ്രസ്താവന 4 മാത്രം ശരി എന്നതാണ്. അതായത് പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിച്ച പേരമരത്തിന് തായ്വേര് ഉണ്ടാകില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ചെറുവയൽ രാമൻ എന്ന വ്യക്തി പ്രശസ്തനായത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, നെൽവിത്തിനങ്ങളുടെ സംരക്ഷണം, കടലാമകളുടെ സംരക്ഷണം, നീർത്തട സംരക്ഷണം. ഉത്തരം ബി. നെൽവിത്തിനങ്ങളുടെ സംരക്ഷണം. 33-ാമത്തെ ക്വസ്റ്റ്യൻ. 2 ഗ്ലാസ് പ്രിസങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ സജ്ജീകരിച്ചതിന് ശേഷം ധവളപ്രകാശം കടത്തിവിടുന്നു. സ്ക്രീനിൽ ലഭിക്കുന്ന ആ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ചിത്രം തന്നിട്ടുള്ളത് നന്നായി ശ്രദ്ധിച്ചു നോക്കണം. എ. സ്ക്രീനിൽ 7 വർണ്ണങ്ങൾ കാണാം. ബി. ധവളപ്രകാശം കാണാം. സി. ഒരു വർണ്ണവും കാണാൻ കഴിയില്ല. ഡി. മങ്ങിയ ചുവപ്പ് വർണ്ണം കാണാം. ഉത്തരം ബി. ധവളപ്രകാശം കാണാം. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേഡിയോമീറ്റർ ഉപയോഗിക്കുന്നത്. എ. ആളുകളുടെ ഉയരം ശാസ്ത്രീയമായി അളക്കുന്നതിന്. ബി. ശരീരഭാരം ശാസ്ത്രീയമായി അളക്കുന്നതിന്. സി. ശ്വസന നിരക്ക് രേഖപ്പെടുത്തുന്നതിന്. ഡി. ഹൃദയസ്പന്ദന നിരക്ക് രേഖപ്പെടുത്തുന്നതിന്. ഉത്തരം എ. ആളുകളുടെ ഉയരം ശാസ്ത്രീയമായി അളക്കുന്നതിന്. സയൻസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശാസ്ത്രീയമായ വളപ്രയോഗം എന്നാൽ? എ. ഒരു വളവും ഉപയോഗിക്കാത്തത്. ബി. രാസവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. സി. രാസവളങ്ങൾ ഉപയോഗിക്കാത്തത്. ഡി. മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വളപ്രയോഗം.
ഉത്തരം എല്ലാവർക്കും അറിയാം, ഡി ആണ്. മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വളപ്രയോഗം. ഈ വീഡിയോയിൽ തന്നെ സോഷ്യൽ സയൻസും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കരുതിയത്. പക്ഷേ വീഡിയോ ദീർഘമായിട്ട് നീണ്ടുപോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സോഷ്യൽ സയൻസിൻ്റെ ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്